നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പുതിയ ദിനത്തിലേക്ക്, പുതിയ മാസത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർച്ച് 1, 2026, ഇന്ത്യൻ സമയം രാവിലെ 5:15. എത്ര പേർ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാത്തിരിക്കുകയാണ്? എത്ര പേർ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്? എത്ര പേർക്ക് കാത്തിരിപ്പ് തീരണമെന്ന ആഗ്രഹമുണ്ട്? എത്ര പേർ എപ്പോൾ എന്ന് ചോദിക്കുന്നു? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു, നിന്റെ സമയം വന്നിരിക്കുന്നു, ഇനി താമസമില്ല. എബ്രായർ 10 35-36. ആകയാൽ നിങ്ങളുടെ ധൈര്യം ഉപേക്ഷിക്കരുത്, അതിനു വലിയ പ്രതിഫലമുണ്ടല്ലോ. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു, നിങ്ങളുടെ വാഗ്ദത്തം വരുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം തുറന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. കാത്തിരിപ്പോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. വിവാഹത്തിനായി, വർഷങ്ങളായി, കുഞ്ഞിനായി, വളരെ കാലമായി, ജോലിക്കായി, മാസങ്ങളായി, സൗഖ്യത്തിനായി, അനേകം ദിവസങ്ങളായി, മാറ്റത്തിനായി, നീണ്ട കാലമായി, അത്ഭുതത്തിനായി, തളർന്നു പോകാറായി. എത്രനാൾ കാത്തിരിക്കണം? എപ്പോൾ വരും? ഞങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയുമോ? എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവമാണ്. ഇന്ന് ഞങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കണമേ. ഞങ്ങളുടെ സമയം കൊണ്ടുവരണമേ. ഞങ്ങളുടെ വാഗ്ദത്തം നിറവേറ്റണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും കാത്തിരിപ്പ് അവസാനിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കാത്തിരിപ്പ് സ്വാഭാവികമാണ്. എല്ലാവരും എന്തെങ്കിലും ഒന്നിനായി കാത്തിരിക്കുന്നു. എന്നാൽ നല്ല വാർത്ത, നമ്മുടെ ദൈവം കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്ന ദൈവമാണ്. ഹബക്കൂക്ക് 2:3. ദർശനമിനിയും ഒരു നിശ്ചിത കാലത്തേക്കുള്ളതോ, അത് അന്ത്യകാലത്തെ നിർദ്ദേശിക്കുന്നു. അത് ഭോഷ്കല്ല. അതിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കാത്തിരിക്ക. അതവശ്യം വരും, വൈകുകയുമില്ല. നാം എന്തിനൊക്കെയാണ് കാത്തിരിക്കുന്നത്? വിവാഹത്തിനായി കാത്തിരിപ്പ്. വയസ്സ് കടന്നുപോകുന്നു. സുഹൃത്തുക്കൾ എല്ലാവരും വിവാഹിതരായി. നിങ്ങൾ മാത്രം കാത്തിരിക്കുന്നു. എപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടും? എപ്പോൾ ദൈവം എനിക്ക് ആരെയെങ്കിലും നൽകും? ഉൽപ്പത്തി 2:18. മനുഷ്യൻ തനിച്ചിരിക്കുന്നത് നല്ലതല്ല, ഞാനവന് തക്കതായ ഒരു തുണയുണ്ടാക്കും. കുഞ്ഞിനായി കാത്തിരിപ്പ്. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഡോക്ടർമാർ പറയുന്നു കഴിയില്ല. എന്നാൽ ഹൃദയം നിലവിളിക്കുന്നു, ദൈവമേ, എനിക്കൊരു കുഞ്ഞു തരണമേ. സങ്കീർത്തനം 113:9. അവൻ മച്ചയായവളെ മക്കളുടെ സന്തുഷ്ടയായ അമ്മയായി ഭവനത്തിൽ പാർപ്പിക്കുന്നു. ജോലിക്കായി കാത്തിരിപ്പ്. 100 കണക്കിന് അപേക്ഷകൾ, അനേകം ഇന്റർവ്യൂകൾ, എന്നാൽ ഒരു ജോലിയുമില്ല. എപ്പോൾ എനിക്ക് ജോലി കിട്ടും? എപ്പോൾ എൻ്റെ കരിയർ തുടങ്ങും? സങ്കീർത്തനം 75:6-7. ഉയർച്ച കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, മരുഭൂമിയിൽ നിന്നല്ല വരുന്നത്. ദൈവം ന്യായാധിപതിയല്ലോ. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. സൗഖ്യത്തിനായി കാത്തിരിപ്പ്. വർഷങ്ങളായി രോഗം, ചികിത്സകൾ, മരുന്നുകൾ, എന്നാൽ സൗഖ്യമില്ല. എപ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കും? എപ്പോൾ എനിക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും? ഇരമ്യാവ് 30:17. ഞാൻ നിനക്ക് ആരോഗ്യവർദ്ധന വരുത്തി, നിന്റെ മുറിവുകളെ സൗഖ്യമാക്കും. മാറ്റത്തിനായി കാത്തിരിപ്പ്. കുടുംബത്തിൽ മാറ്റം വേണം, ബന്ധങ്ങളിൽ മാറ്റം വേണം, സാഹചര്യങ്ങളിൽ മാറ്റം വേണം. എപ്പോൾ കാര്യങ്ങൾ മാറും? എപ്പോൾ എൻ്റെ സാഹചര്യം മെച്ചപ്പെടും? യെശയ്യാവ് 43:19. ഇതാ, ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, ഇപ്പോൾ അത് വിളയുന്നു. അത്ഭുതത്തിനായി കാത്തിരിപ്പ്. അസാധ്യമായ സാഹചര്യം, മനുഷ്യമാർഗങ്ങൾ തീർന്നു. അത്ഭുതം മാത്രമേ പോരൂ. എപ്പോൾ ദൈവം എൻ്റെ അത്ഭുതം ചെയ്യും? മർക്കോസ് 9:23. വിശ്വസിക്കുന്നവനെ എല്ലാം കഴിയും. ബൈബിളിൽ കാത്തിരുന്നവർ. അബ്രഹാം 25 വർഷം കാത്തിരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിനക്കൊരു മകനുണ്ടാകും. 75 വയസ്സ്, 100 വയസ്സ്, 25 വർഷം കാത്തിരുന്നു. എന്നാൽ വാഗ്ദത്തം വന്നു. ഇസഹാക്ക് ജനിച്ചു. റോമർ 4:20-21. അവൻ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ സംശയിച്ചില്ല. വിശ്വാസത്താൽ ബലപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു.
അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ അവന് ശക്തിയുണ്ട്. യോസേപ്പ് 13 വർഷം കാത്തിരുന്നു. 17 വയസ്സിൽ സ്വപ്നം കണ്ടു. 30 വയസ്സിൽ രാജപ്രതിനിധിയായി. 13 വർഷം വിറ്റപ്പെട്ടു, അടിമയായി, കുറ്റം ചുമത്തപ്പെട്ടു, ജയിലിൽ മറക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ സമയത്ത് എല്ലാം മാറി. സ്വപ്നം സാക്ഷാത്കരിച്ചു. ഉൽപ്പത്തി 50:20. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവം അതിനെ നന്മയ്ക്കായി ഭാവിച്ചു. ഹന്ന വർഷങ്ങളോളം കാത്തിരുന്നു. വർഷം തോറും ശീലോയിലേക്ക് പോയി. വർഷം തോറും പ്രാർത്ഥിച്ചു. വർഷം തോറും കരഞ്ഞു. എന്നാൽ ദൈവം കേട്ടു. ശമൂവേൽ ജനിച്ചു. 1 ശമൂവേൽ 1:27. ഈ കുട്ടിക്കായി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യാചിച്ച യാചന കർത്താവെനിക്ക് നൽകിയിരിക്കുന്നു. ശിമയോൻ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നു. ശിമയോൻ മെശിഹയെ കാണണമെന്നാഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ മരിക്കുന്നതിനു മുന്നവനെ കാണും. വർഷങ്ങളോളം കാത്തിരുന്നു. വൃദ്ധനായി. എന്നാൽ ഒരു ദിവസം കുഞ്ഞു യേശു ദേവാലയത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ലൂക്കോസ് 2:28-30. അവൻ അവനെ കയ്യിലെടുത്ത് ദൈവത്തെ വാഴ്ത്തി. കർത്താവേ, ഞങ്ങളുടെ കണ്ണ് നിന്റെ രക്ഷയെ കണ്ടുവല്ലോ. കാത്തിരിപ്പ് എന്തുകൊണ്ട് വൈകുന്നു? ദൈവത്തിന്റെ സമയം വരണം. സഭാപ്രസംഗി 3:11. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയം. അവന്റെ സമയം തികഞ്ഞതാണ്. ദൈവം നമ്മെ തയ്യാറാക്കുകയാണ്. വാഗ്ദത്തം വരുന്നതിനു മുമ്പ് നാം തയ്യാറാകണം. യോസേപ്പിന് 30 വയസ്സിൽ രാജപ്രതിനിധിയാകാനുള്ള പക്വത വേണ്ടിയിരുന്നു. ആ 13 വർഷം അവനെ തയ്യാറാക്കി. ദൈവം എല്ലാം ശരിയാക്കുകയാണ്. ദൈവം പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നു. എല്ലാം ക്രമീകരിക്കുന്നു. ശരിയായ സമയത്ത് എല്ലാം ഒരുമിച്ചു വരും. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുകയാണ്. 1 പത്രോസ് 7:7. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷ തീയിൽ ശോധിച്ചതും നശിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിലയേറിയതായിട്ട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിങ്കൽ പുകഴ്ചയ്ക്കും മാനത്തിനും മഹത്വത്തിനും ഹേതുവായി കാണുവാൻ ഇടവരേണം. കാത്തിരിപ്പ് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നു. കാത്തിരിപ്പിന് എന്തു ചെയ്യണം? വിശ്വാസത്തോടെ കാത്തിരിക്കുക. എബ്രായർ 1:11. വിശ്വാസമോ ആശിച്ചിരിക്കുന്നവയ്ക്ക് ഉറപ്പും കാണാത്തവയ്ക്ക് തെളിവുമാകുന്നു. കാണാത്തതിനെ വിശ്വസിക്കുക, ദൈവം നിറവേറ്റുമെന്ന് വിശ്വസിക്കുക. പ്രാർത്ഥനയിൽ തുടരുക. ലൂക്കോസ് 18:1. ഇളയ്ക്കാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. സ്തുതിയിൽ ജീവിക്കുക. സങ്കീർത്തനം 50:23. സ്തോത്രമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. കിട്ടുന്നതിനു മുമ്പ് സ്തുതിക്കുക. വിശ്വാസത്തിന്റെ സ്തുതി. ദൈവത്തെ ആശ്രയിക്കുക. സദൃശ്യവാക്യങ്ങൾ 3:5-6. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കണം, സ്വന്തം ബുദ്ധിയിൽ ചാരേണ്ട. പ്രവർത്തിക്കുക. യാക്കോബ് 2:26. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. കാത്തിരിക്കുമ്പോൾ നിഷ്ക്രിയരാകരുത്. ദൈവം നയിക്കുന്ന പോലെ പ്രവർത്തിക്കുക. ക്ഷമയോടെ ഇരിക്കുക. യാക്കോബ് 5:7. ആകയാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. പ്രത്യക്ഷ വിടരുത്. റോമർ 5:5. പ്രത്യാശയോ ലജ്ജിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സമയം ഇപ്പോൾ. എസ്തേർ 4:14. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായി തന്നെയോ നീ രാജസ്ഥാനം പ്രാപിച്ചത്. നിങ്ങളുടെ ഇങ്ങനെയുള്ള കാലം വന്നിരിക്കുന്നു. മാർച്ച്, പുതിയ മാസം, പുതിയ തുടക്കങ്ങളുടെ മാസം, നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ മാസം. കാത്തിരിപ്പ് അവസാനിക്കുന്നു. ഹബക്കൂക്ക് 2:3. അത് അവശ്യം വരും, വൈകുകയുമില്ല. ഇനി താമസമില്ല, ഇനി വൈകില്ല. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു. നിന്റെ ക്ഷമ ഞാൻ അറിയുന്നു. നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടു. നീ വിചാരിക്കുന്നു, എത്ര നാൾ കാത്തിരിക്കണം? എപ്പോൾ വരും? ദൈവം എന്നെ മറന്നുപോയോ? എന്റെ പ്രാർത്ഥന കേട്ടില്ലേ? എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നിന്റെ സമയം വന്നിരിക്കുന്നു. മാർച്ച് മാസം നിന്റെ വാഗ്ദത്തത്തിന്റെ മാസമാണ്. നിന്റെ വിവാഹം വരുന്നു. നിന്റെ കുഞ്ഞു വരുന്നു. നിന്റെ ജോലി വരുന്നു. നിന്റെ സൗഖ്യം വരുന്നു. നിന്റെ മാറ്റം വരുന്നു. നിന്റെ അത്ഭുതം വരുന്നു. ഇനി താമസമില്ല. നീ 25 വർഷം കാത്തിരുന്നാലും അബ്രഹാം പോലെ വാഗ്ദത്തം വരും. നീ 13 വർഷം കാത്തിരുന്നാലും
യോസേപ്പ് പോലെ സ്വപ്നം സാക്ഷാത്കരിക്കും. നീ വർഷങ്ങളോളം കാത്തിരുന്നാലും ഹന്ന പോലെ ഉത്തരം വരും. ഇന്നു മുതൽ കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങും. അടഞ്ഞ വാതിലുകൾ തുറക്കും. നിഷേധിക്കപ്പെട്ടവ അനുവദിക്കപ്പെടും. വൈകിയവ ത്വരിതപ്പെടും. അസാധ്യം സാധ്യമാകും. നീ കാണും നിന്റെ വാഗ്ദത്തം സാക്ഷാത്കരിക്കുന്നത്, നിന്റെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നത്, നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്, നിന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നത്. ഇതെന്റെ വാഗ്ദാനമാണ്, ഇതെന്റെ സമയമാണ്, ഇത് സംഭവിക്കും. മാർച്ച് മാസം നിന്റെ വാഗ്ദത്തത്തിന്റെ മാസം, നിന്റെ മുന്നേറ്റത്തിന്റെ മാസം, നിന്റെ അത്ഭുതത്തിന്റെ മാസം. നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം നിറവേറ്റുന്ന നിന്റെ ദൈവം. ഹബക്കൂക്ക് 2:3. ദർശനം അവശ്യം വരും, വൈകുകയുമില്ല. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവമേ, കാത്തിരിപ്പ് അവസാനിപ്പിക്കുന്ന പിതാവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കാത്തിരിക്കുന്നവർക്ക് അവരുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കണമേ. അവരുടെ സമയം കൊണ്ടുവരണമേ. അവരുടെ വാഗ്ദത്തം നിറവേറ്റണമേ. തളർന്നവർക്ക് അവർക്ക് പുതിയ പ്രതീക്ഷ നൽകണമേ. അവരെ ശക്തിപ്പെടുത്തണമേ. അവർക്ക് ധൈര്യം നൽകണമേ. നിരാശപ്പെട്ടവർക്ക് അവരുടെ പ്രതീക്ഷ പുതുക്കണമേ. അവർക്ക് അങ്ങയുടെ സമയം കാണിക്കണമേ. അവർക്ക് വാഗ്ദത്തം സാക്ഷാത്കരിക്കാൻ തുടങ്ങട്ടെ. മാർച്ച് മാസത്തിൽ എല്ലാവരുടെയും വാഗ്ദത്തം വരട്ടെ. കാത്തിരിപ്പ് അവസാനിക്കട്ടെ. സമയം വരട്ടെ. വാഗ്ദത്തം നിറവേറട്ടെ. യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. ഹബക്കൂക്ക് 2:3. ദർശനം അവശ്യം വരും, വൈകുകയുമില്ല. എബ്രായർ 10:36. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സങ്കീർത്തനം 27:14. യഹോവയെ കാത്തിരിക്ക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറപ്പിച്ചുകൊള്ളുക. യഹോവയെ കാത്തിരിക്ക. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, ദൈവം വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവമാണ്. നിങ്ങളുടെ കാത്തിരിപ്പ് എത്ര നീണ്ടതായാലും ദൈവം നിറവേറ്റും. ഇന്ന് മാർച്ച് 1, പുതിയ മാസം, പുതിയ തുടക്കം, നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ മാസം. വിശ്വസിക്കുക, കാത്തിരിക്കുക, പ്രതീക്ഷ വിടരുത്. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ വിശ്വാസത്തോടെ കാത്തിരിക്കൂ. വാഗ്ദത്തം വരുന്നു. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു.